മുനമ്പത്തിന്റെ കാര്യത്തിൽ LDF-നെ പോലെ UDF തികച്ചും വഞ്ചനാപരമായ ഒരു സമീപനമാണ് സ്വീകരിച്ചത്. മുനമ്പം നിവാസികളെ വഞ്ചിക്കുന്ന സമീപനമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചെയ്തത്. മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമിയല്ല എന്ന് പരസ്യമായി ഇവിടെ വന്ന് പ്രഖ്യാപിക്കുകയും പിന്നീട് മുസ്ലിം ലീഗിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും സമ്മർദ്ദത്തിന് വഴങ്ങി നിലപാട് തിരുത്തുകയും ചെയ്ത പ്രതിപക്ഷ നേതാവും പിണറായി വിജയനെ പോലെ തന്നെ ഇക്കാര്യത്തിൽ തുല്യ കുറ്റവാളിയാണ്. ഈ വിഷയത്തിൽ LDF-ഉം UDF-ഉം വഞ്ചനാപരമായ സമീപനമാണ് സ്വീകരിച്ചത്. UDF-ന്റെ ഒരു MP പാർലമെന്റിൽ വഖഫ് ഭേദഗതിക്ക് അനുകൂലമായിട്ട് കൈയുയർത്തുമെന്ന് പറഞ്ഞപ്പോൾ VD സതീശനും സംഘവും ചേർന്ന് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുന്നതാണ് നമ്മൾ കണ്ടത്. അദ്ദേഹം നിലപാട് മാറ്റി. അതുകൊണ്ട് ഞങ്ങളുടെ നിലപാട് ഈ കാര്യത്തിൽ വളരെ വ്യക്തമാണ്. വഖഫ് നിയമ പരിഷ്കാരത്തിന് അനുകൂലമായി കേരളത്തിലെ 27 LDF, UDF അംഗങ്ങളും കൈയുയർത്തണം. കേരള നിയമസഭ പാസാക്കിയ വഖഫ് ഏകകണ്ഠേനയുള്ള പ്രമേയം പിൻവലിക്കണം. ഈ രണ്ടാവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിയമസഭാ സമ്മേളന കാലത്തും ലോക്സഭയുടെ നടപ്പ് സമ്മേളന കാലത്തും സംസ്ഥാന വ്യാപകമായി പ്രക്ഷോഭം നടത്താനാണ് പ്രചാരണം നടത്താനാണ് ഞങ്ങളിപ്പോൾ ആലോചിക്കുന്നത്. ഈ രണ്ട് വിഷയത്തിലും UDF-ഉം LDF-ഉം അവരുടെ നിലപാട് പറയണം. പാർലമെന്റിൽ ഫ്രാൻസിസ് ജോർജ് പറഞ്ഞതുപോലെ കേരളത്തിലെ എല്ലാ UDF, LDF MPമാരും വഖഫ് നിയമത്തെ അനുകൂലിച്ചുകൊണ്ട് കൈ ഉയർത്തണം. ഇതാണ് ഞങ്ങളുടെ ഡിമാൻഡ്, കേരളത്തിലെ ജനങ്ങളുടെ ഡിമാൻഡാണ്. അക്കാര്യത്തിൽ വോട്ട് ബാങ്കിനെ ഭയപ്പെട്ട് വർഗീയ ശക്തികളോടൊപ്പം നിൽക്കുന്നത് ആത്യന്തികമായി CPM-നും കോൺഗ്രസിനും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുന്ന സ്ഥിതിയിലേക്ക് കേരളത്തിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് മുനമ്പം നിവാസികളുടെ ഒരു ഒറ്റപ്പെട്ട വിഷയമല്ല ഇത്. വഖഫ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അനധികൃതമായിട്ടുള്ള അമിതാധികാര പ്രയോഗങ്ങൾ, അതിനെ സംഘടിതമായിട്ട് ഞങ്ങൾ ചേർത്ത് തോൽപ്പിക്കണം. അതിനു വേണ്ടി വന്നാൽ ഒരു വിമോചന സമരത്തിന് തന്നെ ഇറങ്ങാനും ഞങ്ങൾക്ക് മടിയില്ല. ഇവിടുത്തെ എല്ലാവരെയും സംഘടിപ്പിച്ചു. കാരണം വഖഫ് ബോർഡും മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും വിചാരിക്കുന്നിടത്ത് കാര്യങ്ങൾ നടത്താം എന്നുള്ള കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട് ഇത്തവണ അതിനെ ഞങ്ങൾ അടിച്ചു തകർക്കും. ഒരു സംശയവുമില്ല. ലീഗും ജമാഅത്തെ ഇസ്ലാമിയും വഖഫ് ബോർഡും പറയുന്നിടത്ത് കാര്യങ്ങൾ എത്തിക്കാം എന്നാണ് VD സതീശനും പിണറായി വിജയനും ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനെതിരായിട്ട് തെരുവിൽ പോരാടിയിട്ടാണെങ്കിൽ പോലും, രക്തം ചിന്തിയിട്ടാണെങ്കിൽ പോലും ഞങ്ങൾ അതിനെ ചേർത്ത് തോൽപ്പിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. ശബരിമലയിൽ നിങ്ങൾ തോറ്റോടിയതുപോലെ മുനമ്പത്തുനിന്ന് നിങ്ങൾക്ക് തോറ്റോടേണ്ടി വരും. ഇല്ലെങ്കിൽ അത് തെരുവിൽ ഞങ്ങൾ കാണിച്ചു തരാമെന്നാണ് എനിക്ക് പറയുന്നത്. വയനാട് MP പ്രിയങ്ക ഗാന്ധിയുടെ നിലപാടിനെ കുറിച്ച് അങ്ങൊന്നും പറഞ്ഞില്ല. എന്താണ് നിലപാട് സ്വീകരിക്കുന്നത്? ഈ വഖഫ് അവർക്ക് എന്താ നിലപാട്? അവരെല്ലാം ഇതിന്റെ കൂടെയല്ലേ. അവര് കോൺഗ്രസും CPM-ഉം പരസ്യമായി വഖഫ് ബോർഡിന്റെ കൂടെയാണ്. പിന്നെ സോണിയാഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും പ്രത്യേക നിലപാടൊന്നുമില്ലല്ലോ. അവരാരാണ് ഇക്കാര്യത്തിൽ വിശ്വസിക്കുന്നത്? സതീശന് നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയല്ലേ. ഇവിടെ വന്ന് ഈ പാവങ്ങളെ മുമ്പിൽ പറഞ്ഞതെന്താ? വഖഫ് ഭൂമിയല്ല. ഇപ്പൊ സതീശൻ നട്ടൽ അവിടെ ഉണ്ടോ അതല്ല വാഴപ്പിണ്ടി വെച്ചിട്ടാണോ നടക്കുന്നത്? സതീശ ഇതിനേക്കാളും നല്ലത് ഒരു കഷ്ണം കയറെടുത്തിട്ട് കെട്ടിത്തൂങ്ങി ചാവുന്നതല്ലേ. സംസ്ഥാനത്തിലെ ഒരു പ്രതിപക്ഷ നേതാവ് പരസ്യമായി വന്ന് പറയുകയാണ് മുനമ്പം വഖഫ് ഭൂമിയല്ല. 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മാറ്റി പറയുകയാണ്. ആത്മഹത്യാപരം സതീശ. ഇതിനും ഭേദം ആത്മഹത്യ ചെയ്യുന്നതാണ്. ആത്മഹത്യാപരമായ നിലപാടാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്. ഈ കേന്ദ്ര ബജറ്റിലെ കേരളത്തിനോട് അവഗണന ആക്ഷേപം ഉയർന്നപ്പോൾ കേന്ദ്രമന്ത്രി പറഞ്ഞത് കേരളം പിന്നോക്കം പ്രഖ്യാപിക്കട്ടെ, അപ്പോ നോക്കുന്നത് വളരെ അപഹാസ്യകരമല്ല. കേരളത്തിൽ ഒരു അവഗണനയും ഇല്ല. നടന്നത് കേന്ദ്ര ബജറ്റാണ്, കേരള ബജറ്റല്ല. പക്ഷെ എങ്കിൽ പോലും കേരളം പ്രതീക്ഷിച്ച പല പദ്ധതികളുണ്ടായിരുന്നു. അതിന് ഞാൻ മറുപടി പറയുന്നില്ല. ചോദ്യം നിങ്ങൾ പറയും, കേരളത്തിന് എന്തെല്ലാം കിട്ടിയത്? എന്താ കിട്ടിയത്? കേന്ദ്രം അനുവദിച്ച എല്ലാ പദ്ധതികളുടെ ആനുകൂല്യം കേരളത്തിൽ എന്താണെന്ന് നിങ്ങൾ പറയും. കിട്ടാത്ത ഒരു കാര്യം പറഞ്ഞു സാർ, ഒരു കാര്യം കിട്ടാത്ത പറയും. നിങ്ങൾ പറയും, ഞാൻ ചർച്ചയ്ക്ക് വരാം. കിട്ടാത്ത ഒരു കാര്യം നിങ്ങൾ പറയും. വയനാട് പാക്കേജ് പറഞ്ഞില്ല.
ഒന്നാമത് നിങ്ങൾ കുറെ കാലം ഡൽഹിയിൽ ഉണ്ടായിരുന്നല്ലോ താങ്കൾ. ഇതൊക്കെ ബഡ്ജറ്റിൽ വിളമ്പുന്നതാണോ? വിഡ്ഢിത്തങ്ങൾ നിങ്ങൾ പറയരുത്. നിങ്ങൾ കഴിഞ്ഞ 11 വർഷമായി ബജറ്റ് അവതരിപ്പിക്കുന്നത് കണ്ടിട്ടുള്ള അനുഭവസ്ഥരായിട്ടുള്ള മാധ്യമപ്രവർത്തകർ, അരുണിനെ പോലെ ആൾക്കാർ ഇങ്ങനെ വർഷങ്ങളെ പ്രതീക്ഷകൾ പലതുണ്ട്. എയിംസ് ഉണ്ട്, കൊച്ചി മെട്രോയ്ക്ക് സഹായങ്ങളുണ്ട്. സഹോദരി, ഇതൊന്നും ബജറ്റിൽ എന്താണ് വേണ്ടത്? നിങ്ങൾ അറിയാത്ത കാര്യങ്ങളാണ്. ഞാൻ ചോദിക്കട്ടെ, വിദ്യാഭ്യാസത്തിന് എന്റെ ചോദ്യം, കഴിഞ്ഞ 10 വർഷം മുമ്പ് വിദ്യാഭ്യാസത്തിനും ഉന്നത വിദ്യാഭ്യാസത്തിനും എത്ര കിട്ടി? ഇപ്പൊ എത്ര കിട്ടി? കഴിഞ്ഞ 10 വർഷം മുമ്പ് UPA ഭരണകാലത്ത് ടാക്സ് ഷെയർ എത്ര കിട്ടി? ഇപ്പൊ എത്ര കിട്ടി? പറയട്ടെ. നിങ്ങൾ അങ്ങനെ വിളമ്പി പോലെ. കഴിഞ്ഞ 10 വർഷത്തിന് മുമ്പ് തൊഴിലുറപ്പ് പദ്ധതിക്ക് എത്ര കിട്ടി? ഇപ്പൊ എത്ര കിട്ടി? എല്ലാം കണക്ക് വെച്ച് ഞങ്ങൾ പറയാം. നിങ്ങൾ CPM-ന് വേണ്ടിയിട്ട് കോൺഗ്രസിന് വേണ്ടിയിട്ടുള്ള ഈ രാഷ്ട്രീയം അവസാനിപ്പിക്കണം. ഇന്നലെ 2 പ്രധാന പത്രങ്ങൾ ഞാൻ നോക്കി. സുധാകരൻ മുതലുള്ള എല്ലാവരുടെയും പ്രതികരണം, BJPയുടെ ഒരു പ്രതികരണം. ഇത് മര്യാദയല്ല. പക്ഷെ എങ്കിൽ പോലും പിന്നോക്കം പ്രഖ്യാപിക്കട്ടെ, അപ്പൊ കൂടുതൽ തരാമെന്നൊരു പ്രസ്താവന എങ്ങനെ കാണേണ്ടത്? കേരളം നമ്പർ 1 ആണ് എന്നുള്ള അമിതമായിട്ടുള്ള അവകാശവാദം സംസ്ഥാനത്തിന് നല്ലതല്ല. പല കാര്യങ്ങളിലും കേരളത്തിന്റെ പിന്നോക്കാവസ്ഥ കേന്ദ്രത്തിന് മുമ്പിൽ അറിയിക്കുന്നതിൽ സംസ്ഥാനം പരാജയപ്പെട്ടിരിക്കുന്നു. അതൊരു വസ്തുതയാണ്. ഞാൻ ചോദിക്കട്ടെ, മരുന്നില്ല ആശുപത്രിയിൽ. ഞങ്ങൾ നമ്പർ 1 ആണെന്ന് പറഞ്ഞിട്ട് പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ട് കാര്യമുണ്ടോ? കേരളത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യാതെ കേരള ഗവൺമെന്റിനെ രക്ഷിച്ചു കൊടുക്കുന്ന പണിയിൽ എന്തിനാണ് നിങ്ങൾ? അങ്ങനെയല്ല, കേരള സർക്കാർ ചരിത്രത്തിലെ ഏറ്റവും നല്ല ബജറ്റാണ് ഇപ്പൊ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ ആരും അതിനെ എതിർക്കുന്നില്ല. എതിർക്കുന്നതാകെ പിണറായി വിജയനും VD സതീശനും പിന്നെ മലയാള മാധ്യമങ്ങൾ. നമസ്തേ, നന്ദി.